തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയൊക്കെ നല്ലോണം പ്രതികൂലമായിട്ടുണ്ട്. മഴ തുള്ളി കിട്ടുന്നുണ്ട്. മഴ പെയ്ത് മക്കളെ നശിയായി. പൊറാട്ടി ഗോൾഡ് ബീഫ് കാട് കയറിയാൽ പിന്നെ നമ്മളെ മൂടുക. എല്ലാ ഭാഗത്തേക്കും എല്ലാവരുടെ കണ്ണും പോകുന്നുണ്ട്. ഒന്നീസ് അങ്ങോട്ട് നോക്കുന്നുണ്ട്. എൻ്റെ സൈഡ് ഇതാട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അടിപൊളി. ഈ വെള്ളപ്പം പിടിച്ചിട്ടില്ലെങ്കിലേ ഞങ്ങൾക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്ററോളം നടന്നിറങ്ങണം. അല്ലെങ്കിൽ ഈ കാട് വെച്ചിട്ട് കാടിനുള്ളിലൂടെ പോകണം. അത് പോസിബിൾ അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ മഴ പെയ്തപ്പോൾ ശരിക്കും വെച്ചിട്ട് വെള്ളം എടുക്കുന്നത്. ഇതൊക്കെയാണ് കാട്ടിൽ സർവൈവലുള്ള വേറെ ഒരു മാർഗമില്ല. മഴ പെയ്ത് കയറി വരുന്ന ഭാഗമൊക്കെ ചളിയായതുകൊണ്ട് സ്ലിപ്പാകാൻ സാധ്യത ഉണ്ടായതുകൊണ്ടും ഞാനവിടെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. കുറച്ച് കല്ലൊക്കെ ഇട്ട് സ്റ്റെപ്പാക്കി എടുക്കാൻ വേണ്ടി. ഇപ്പോൾ കഷ്ടപ്പാട് തന്നെയാണ്. ഫ്രെയിം സെറ്റ് ആയതുകൊണ്ട് 2 പേര് മരത്തിൻ്റെ മേലെ കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേര് പോയിട്ട് മരങ്ങളൊക്കെ ഒന്ന് മുറിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മളെ ഏകദേശം ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് പണി എടുക്കും മക്കളെ. ഇന്നിപ്പോൾ ഇവിടെ ലോക്കാണ്, കോലാണ്. ഏകദേശം സമയം വൈകി. വിചാരിച്ച മാതിരിയല്ല, മഴ കണ്ടിന്യൂ ആയിട്ട് പെയ്തു. 2 മണിക്കൂറോളം ഇരുന്ന് പെയ്തു. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കിട്ടുന്നത് കേട്ടോ. അനക്ക് ഏതായാലും കിട്ടൂല. ഇതൊക്കെയാണ് മക്കളെ അഡ്വഞ്ചർ. ഇങ്ങനെയൊക്കെയാണ്. വെറുതെ ട്രക്ക് ചെയ്ത് നടന്നിട്ടും കാര്യമില്ലല്ലോ. നാല് ഭാഗത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ്. ഒരു ഭാഗം തുഷാരഗിരി വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നമ്മളെ മുത്തപ്പൻപുഴയിൽ നിന്ന് പോകുന്ന ഇരുവഴിഞ്ഞിൻ്റെ തുടക്ക ഭാഗം സൗണ്ട് കേൾക്കുന്നുണ്ട്. കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലുള്ളൊരു വാലി. പണികളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനത എന്താ ഡേഞ്ചർ. വാവ്, പൊളി. മരം വേണം. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ് മാൻ. മരങ്ങളും കാര്യങ്ങളും മുറിക്കണം. അതിന് വേണ്ടിയിട്ട് പോകട്ടോ. ഒക്കെ വലിയ മരങ്ങൾ വേണ്ട, നമുക്ക് ചെറുത് മതി. സ്ഥലമുണ്ടോ? ഏകദേശം ഫ്രെയിമൊക്കെ ആയിട്ടുണ്ട്. 1-2 മണിക്കൂർ കൊണ്ട് പണി തീരുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഇവിടെ തന്നെ അങ്ങോട്ട് സെറ്റിലാവും. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അറിയണമല്ലോ എന്തായാലും. അങ്ങനെ പണിക്കാരെയും കൊണ്ട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ സേഫ്റ്റിയും കാര്യങ്ങളും മസ്റ്റായിട്ട് അറിയണം. ആദ്യം നമ്മളറിഞ്ഞാലേ ബാക്കിയുള്ളവർ പണി ധൈര്യമായിട്ട് എടുക്കുള്ളൂ. അല്ലെ ആരും ഇവിടെ നിൽക്കില്ല. അതിനുള്ള ടൈമോ സന്ദർഭമോ ഇല്ല. എടുക്കാനായിട്ടുള്ള ആൾക്കാരും ഇല്ല. അതെടുത്തോ, മുറിച്ചോ. കണ്ടോ, ഒരാൾ മരം മുറിക്കുന്നത്, 2 ആൾ അതിൻ്റെ മേലെ നിന്ന് കെട്ടുന്നത്, പിന്നെ ഞാനും കൂടെ ഉള്ളൂ. അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത്രയേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ. അതുകൊണ്ടോ, പണ്ട് ഇവിടെ നല്ലൊരു കാർഷിക ഭൂമിയാണിത്. ഫുള്ള് കാപ്പിത്തോട്ടാണ്. പക്ഷെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുരുമുളക്, കാപ്പിത്തോട്ടായിരുന്നു, ഒക്കെ പോയി. നെല്ലിമരാണ് കാണുന്നത് ഇതിൻ്റെ ഇടയിലൂടെ. ഇതിലൂടെ കാട്ടുപോത്ത് നടന്നിട്ടുണ്ട്. നമുക്ക് കണ്ടോ, ഫുള്ള് കാട്ടുപോത്താണ്. ഞാൻ ഇത്രയും ഏരിയ ഒന്നും വന്നിട്ട് ഇങ്ങനെ ഇത്രയും സമയമൊന്നും ഇവിടെ ചിലവഴിക്കാൻ കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ സ്റ്റേ ഇതുവരെ നമുക്ക് പോസിബിൾ ആയിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ ഒരു സാഹചര്യം ഇതായതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ വന്നത്. അതിപ്പം മഴ കാരണം, മഴ ഇല്ലാന്ന് ഉറപ്പുവരുത്തി വന്നാൽ, പക്ഷേ ഇവിടെ എപ്പോഴും മഴ. അതാണ് ഈ കുന്നിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. എപ്പോഴും മഴയാണ്. വേനൽ കാലത്ത് വന്നാലും ഇവിടെ കോട ഇറങ്ങും. ഇതൊക്കെയാണ് നമുക്ക് വെട്ടി വൃത്തിയാക്കേണ്ടത്. ഇങ്ങനത്തെ ചില്ലകൾ, ചെറിയ ചില്ലകൾ, ഈ പുല്ല്, കാടുകൾ,
വലിയ വലിയ മരങ്ങളൊന്നും വെട്ടണ്ട. ചെറിയ ചെറിയ ചില്ലകളും കാര്യങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി നടക്കാൻ പാകത്തിലുള്ള വഴിയാക്കണം. അപ്പോൾ ചെറിയൊരു മുട്ടിപ്പുളിയൊക്കെയാ എത്ര ഉണ്ടായിനി ആ മുട്ടിപ്പുളിയമേൽ. ഇത് നമ്മളെ പറമ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മൂട്ടിപ്പുളിയില്ലേ, മൂട്ടിപ്പുളിയുടെ ഒരു മരം കേട്ടോ. അതിൻ്റെ നല്ലൊരു ചില്ലെടുത്തോ, അത് റെഡിയാ. കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും കേട്ടോ, നല്ല മരാ. വെട്ടി കൂടുതലുള്ള മരമല്ലേ മനെ, ബുദ്ധിമുട്ടാണെങ്കിൽ ഒഴിവാക്കാം. ഓ ബേജാറായോ? ഞാൻ ഇപ്പോൾ 2-3 കണ്ടായി ബേജാറായി. ഇതിലൊക്കെ എന്തോ റൂട്ടാട്ടോ, ഇതെന്തോ മൃഗങ്ങളൊക്കെ പോകുന്ന റൂട്ടാണ്. പറമ്പ് കിട്ടിയതിൻ്റെ കഥകളും ഈ പറമ്പ് എടുത്തതിൻ്റെ കഥകളൊക്കെ ഉണ്ട്. ഒരുപാട് കഥകൾ ഇതിൽ പറയാനുണ്ട്. എല്ലാവരും അതിനനുസരിച്ച് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ കഥകൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി ഉൾപ്പെടുത്തി തരാം, കേട്ടോളി. ഇപ്പം അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്, പണിയിലായതുകൊണ്ട്. ഇനിയിപ്പോൾ എന്നെ തെറി വിളിക്കും വീഡിയോ എടുക്കുന്നതിന്. കാരണം ആൾക്കാർ കാര്യമായിട്ട് പണിയെടുക്കല്ലേ. ഇത് നോക്ക് മീറ്ററേ, തവള നോക്കിയാ തവള. ഓ ഈ മുതലാണ്. ഇതിൻ്റെ അടിഭാഗമൊക്കെ ചുവന്ന കളർ, കാലൊക്കെ ചുവപ്പ് ഉണ്ടോ? ഓ എനിക്കിതൊരു അത്ഭുതമായിട്ടോ, കിൻഡൽ സാധനം. ഇതൊക്കെ നമ്മളെ പറമ്പാട്ടോ. ഇതിലുള്ള ഈ കുറ്റിമരങ്ങളൊക്കെയാണ് വെട്ടി വൃത്തിയാക്കേണ്ടത്. ആണല്ലോ പറഞ്ഞ് അവിടെ ഒരു പുൽമേട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് ലുക്കം കൈ നോക്കുന്നത് ഇതല്ലേ. ഇതൊക്കെ എവിടെയെങ്കിലും സ്റ്റാൻഡിലൊക്കെ വെച്ച് എടുക്കുന്ന വീഡിയോ കേട്ടോ. നമുക്ക് ടൈമും കാര്യമില്ല, 4 ആളാണുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാലറിയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ചെയ്ത് ഈ ഒരു ഏർമാട് ഏതായാലും ഫുള്ളാക്കാൻ നമ്മളോട് കഴിയില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ കിടക്കാനുള്ള രീതിയെങ്കിലും സെറ്റപ്പ് ആക്കണമല്ലോ. അതായത് നമ്മളിപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ ലോക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കാനുള്ള രൂപത്തിൽ താൽക്കാലികമായിട്ട് ഇന്ന് സെറ്റ് ചെയ്തിട്ട് പോവുക. ഇനി വീണ്ടും തിരിച്ചു വന്നിട്ട് നല്ലൊരു സെറ്റപ്പിലേക്ക് ഇതാക്കുക എന്നുള്ളതാണ് ചിന്ത. മൃഗങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു ലെവലിലേക്ക് ഇത് കെട്ടി ഉണ്ടാക്കിയിട്ട് മേലെ ജസ്റ്റ് നമ്മൾക്ക് വീഴാതിരിക്കാനുള്ള ഒരു ഫ്രെയിമും കാര്യവും സെറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിനുള്ള മണ്ടിപ്പാച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാത്തത്. അവസാനം കുറേയൊക്കെ ഫ്രെയിമായി കെട്ടി ഏകദേശം ഫ്രെയിമായിട്ടുണ്ട്. എല്ലായിടത്തും കോടിറങ്ങി. മഴ പെയ്തതാണ് പറ്റിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഏകദേശം എല്ലാ പരിപാടിയും ഇപ്പോൾ തീർന്നേനെ. മഴ പെയ്ത് ആകെ ഇടങ്ങേറാക്കി ഉണ്ടോ എല്ലായിടത്തിനും കോടെ. മോനെ ആ വാളേറ്റ് വാ, ആടുണ്ട് നിലത്തുണ്ട്. എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഒരു റെസ്റ്റില്ലാത്ത വർക്കാട്ടോ. എങ്ങനെയെങ്കിലും കയറി കൂടിയേ പറ്റുള്ളൂ. ആണത്താറേ ഇപ്പോൾ ഏകദേശം എല്ലാ സ്ഥലവും കിട്ടുന്ന രൂപത്തിലാണ് ആ ഏർമാടം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നിവിടെ കൂടല്ലാതെ വേറൊരു നിവർത്തില്ല കാഴ്ച. ഞങ്ങൾ പെടലല്ല, ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. നിങ്ങൾക്കും നല്ലൊരു വിഷ്വൽ തരാൻ പറ്റും. പിന്നെ താഴെ ഭാഗത്തൊക്കെയാണ് ആനയുള്ളത്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ അതിനൊന്നും അങ്ങോട്ട് പോകാനുള്ള സമയമോ കാര്യമോ ഇല്ല. അതിപ്പോൾ സെറ്റായില്ലെങ്കിൽ രാത്രി ഞങ്ങൾ കഷ്ടപ്പെടും, ബുദ്ധിമുട്ടും. മഴ പെയ്യുന്നുണ്ട്, ആകെ കുടുങ്ങും. അങ്ങനെ ഏർമാടം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ എപ്പോഴോ ഞങ്ങൾ നിർത്തിപ്പോയേനെ. ഓക്കെ, ഫുൾ കോടിറങ്ങി. ടൈം വൈകി. ഇന്നിപ്പോൾ ഇവിടെ കൂടല്ലാതെ വേറൊരു നിവർത്തിയില്ല. ഫുൾ ലോക്ക്ഡാണ്. ഇതോ ഇവർ എളുപ്പമാർഗത്തിന് മേലെ കയറി ഇരുന്ന് രണ്ടാളും. ഞങ്ങൾ ഈ കാട്ടിലൂടെ ഫുള്ള് തെണ്ടി മരം മുറിച്ച്
ഇത് നമ്മളെ ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് നോക്കിയാ കൊടൈക്കനാൽ മാറി നിൽക്കും. അയ്യാതി ക്ലൈമറ്റാണ്. നാട്ടിൽ നല്ല വെയിലാണ്. റേഞ്ച് കിട്ടുന്ന സ്ഥലം ഇതിൻ്റെ മേലെ കയറി നിന്ന് റേഞ്ച് കിട്ടി വിളിച്ചു നോക്കിയപ്പോൾ നല്ല വെയിലാണ് നാട്ടിൽ. ഇവിടെ നോക്കിയാൽ വെറുതെ നല്ല ഇതിന് സ്വർഗ്ഗക്കുന്ന് എന്നുള്ള പേര് വന്നു കേട്ടോ. ഏകദേശം ഫിനിഷ് ആയി. തൽക്കാലം ഫ്രെയിം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മേലെ പായൊക്കെ വലിച്ചെട്ടി തൽക്കാലത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കിടക്കണം. അത് നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഓൾറെഡി കാട്ടിലൊക്കെ ഇരുട്ടായി തുടങ്ങി. ട്രാപ്പിഡ്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഇത് പ്രഡിക്റ്റ് ചെയ്തിട്ടോ വന്ന്. കാരണം അതിനും കൂടിയുള്ള വകുപ്പുണ്ടാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം പെട്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. ഫുഡും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട് രാത്രിയേക്കുള്ള. ഉച്ചക്കേക്ക് പൊറോട്ട വാങ്ങിയ സമയത്ത് നമ്മൾ രാത്രിയേക്ക് കൂടി ഉള്ളത് വാങ്ങി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. എടുക്കുക വേറെ മൂഡ്. ഇത് ഇനി ആക്കം പോലെ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ടൈമില്ല. ഇപ്പോൾ എന്തായാലും നമ്മളവിടെ കയറി നിന്നാൽ നമ്മളെ സേഫ്റ്റി നമുക്ക് മുഖ്യമായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഫുൾ ഫിനിഷാതെ വീട്ടിൽ കയറി കൂടുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഉണ്ടോ. എൻ്റെ മോനെ കോയങ്ങ എണ്ണി അറിഞ്ഞടാ. ഇത്രയും കാര്യങ്ങളും അത്രയും ഫാസ്റ്റ് ആക്കിയിട്ടേ പറ്റണ്ടേ. മഴ പെയ്തതാണ് പറ്റിച്ച്. 1-1.5 മണിക്കൂർ നിൽക്കാതെ മഴ പെയ്ത്. പിന്നെ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ ഒരു 3 മണിയായി. ഇന്നിപ്പോൾ ഇവിടെ ലോക്ക്. കുഴപ്പമില്ല. നല്ല വിഷ്വലാണ്. ഈ 2 കൊമ്പ് കൂടി പോയാൽ അവിടെ നമുക്ക് അടിവാരം വരെ കാണാം. അമ്മാതിരി വിഷ്വലാണ്. ഫുൾ കോടിറങ്ങി. ആകെ 5:30 മണിയായിട്ടുള്ളൂ. എങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാം? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരിച്ചിറങ്ങാൻ കഴിയില്ല. ഇരുട്ടായി. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഏർമാട മുക്കാഭാഗ ആക്കീന്. സംഗതി ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാട്ടോ. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇനി 1-2 മണിക്കൂറൊക്കെ പണിയെടുത്ത് ഇത് തീർക്കായിരുന്നു. കോട ഫുൾ നിറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എന്താ പടച്ചോനെ അവിടെ മേലെ ഭാഗം ഫുള്ള് കോട ഇറങ്ങിയതുകൊണ്ട് താഴെ ഭാഗത്തേക്ക് മരം മുറിക്കാൻ പോയ ഫ്രണ്ട്സ് കണ്ട കാഴ്ചയായിട്ടത്. അവർ വീഡിയോയിൽ എടുത്താണ്. ഓടി വന്ന് പിന്നെ വേർമാടത്തിൻ്റെ മേലെ കയറിയതാ. ഇനി ഉള്ള മതി എന്ന് പറഞ്ഞിട്ട് ആനയെ കണ്ട് പേടിച്ച് ഓടി വന്നിട്ട് മരത്തിൻ്റെ മേലെ കയറിയിട്ടോ മറ്റേ 2 ആൾ കൂടി. അപ്പോൾ പിന്നെ മരം വെട്ടാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ മരത്തിൻ്റെ ചില്ലകൾ തന്നെ വെട്ടി തൽക്കാലത്തിന് ഫ്രെയിമും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഓപ്ഷനും ഇല്ല. എല്ലാവരും ഭയന്നു. ഏകദേശം 12 മണിക്ക് എത്തിയിട്ടേ 12 മണിയൊക്കെ ആയി. ലേറ്റായി പോയി ഇവിടെ എത്താൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ ഇന്നിവിടെ നിൽക്കാനുള്ള ഇതൊന്നും ഇല്ലേനി, പ്ലാനൊന്നും ഇല്ലേനി. അപ്പോൾ പക്ഷെ നിൽക്കാനും കൂടി ഒരുങ്ങിയിട്ട് ഇനി വന്ന് നിൽക്കരുത് ഇനി ഞാൻ മനസ്സിലുണ്ടായിനി. പക്ഷെ നിൽക്കേണ്ടി വന്നു. കാരണം മഴ 2 മണിക്കൂർ മഴ ചതിച്ചു. ഒക്കെപ്പാടെ നമ്മൾ ഈ ഫ്രെയിം കെട്ടി ഇത്ര ഫാസ്റ്റായിട്ട് കെട്ടുമെന്ന് നമ്മളും വിചാരിച്ചില്ല അല്ലേ. സംഭവം സെറ്റായി. ഏതായാലും ഇന്നിവിടെ കൂടി ഈ ഏർമാടം താൽക്കാലികമായിട്ട് സൈഡിൽ നമ്മൾ വലിയൊരു സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും താൽക്കാലികമായിട്ട് അങ്ങോട്ട് പോകാതിരിക്കാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ 4 ആൾ ഇവിടെ തന്നെ. അപ്പം രാവിലെ എടുത്ത ഫുഡുണ്ട്. അത് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങും. എന്തെങ്കിലും രാത്രി എന്തെങ്കിലും വരികയാണെങ്കിൽ മൃഗങ്ങളെന്തോ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം വിഷ്വലുകളൊക്കെ. ഓക്കെ, എല്ലാവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. എല്ലാവരും തളർന്ന് അവശരായി തളർന്ന് ആകെ കൈയില്ല ഊര വേദന, കൈ വേദന. ഓക്കെ, എന്തൊരു സൈലൻസ് നോക്കിയ, എന്തൊരു സൈലൻസ്. കാടിൻ്റെ പെർഫെക്റ്റ് സൈലൻസ്. ഒക്കെ ഉറങ്ങാം, എല്ലാവരും ഉറങ്ങാം. എല്ലാവരും ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയപ്പം. കാരണം ആന ഉണ്ടോ സൗണ്ടൊക്കെ, ഈ ചില്ലകൾ ഓടിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉറങ്ങാതെ കുറേ നേരം ഇരുന്ന് പോയി. ആന വന്നാൽ കൊട്ടാൻ പാട്ടൊക്കെ ഉണ്ട്.
കൊണ്ട് അതിൻ്റെ ഒരു ഉറക്കൊക്കെ ഉറങ്ങി എണീച്ചേട്ടോ. 3:30 മണിയായി. സമയം 4 മണി. ഏർമാടത്തിൽ, അതും സ്വർഗക്കുന്നിൽ. ആനയുടെ ശബ്ദം കേട്ട് നീച്ചാണ്. പക്ഷെ ആശാൻ ആ സൈഡിലൂടെ പോയത്. നല്ല കൊമ്പൊടിയുന്ന സൗണ്ട് ഉണ്ട്. താഴത്തിറങ്ങാൻ വയ്യ. ഒരു മാർഗമില്ല മക്കളെ. ഞങ്ങളൊന്നുകൂടി ഉറങ്ങട്ടെ. ആനൻ്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ വഴിക്കും പോട്ടെ.